കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. എല്ലാ പൂജകളും ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പൻ നല്ല സന്തോഷത്തിലാണ്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. കാലുമല്ല ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. നല്ല കസവിന്റെ പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. പാടസാറ് പോലെ അരയിലേക്ക് ഇങ്ങനെ കാണാനുണ്ട്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മണിമണി പോലത്തെ വലിയൊരു മാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പതക്കം ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ വെച്ചിട്ടുണ്ട്. വലത്തെ കൈ ഇങ്ങനെ അഭയമുദ്രയായിട്ടാണ് ഇന്ന് ചാർത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട്. ചെവിയിൽ ചെവിപ്പൂക്കള് നെറ്റിമിനെ ഇങ്ങനെ നാമം പോലെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ തിരുപ്പതി ഭഗവാനായിട്ടാണ് ചാർത്തിരിക്കുന്നത്. പൊന്നു ഗുരുവായൂരപ്പനെ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കണ്ടാൽ നല്ല ഭംഗിയുണ്ട്. അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കുന്നത്. ആ നാമം പോലെ അവിടുത്തെ നിറത്തിൽ ഇങ്ങനെ നെറ്റിമിനെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് തിരുപ്പതി ഭഗവാനായിട്ട്. നമ്മുടെ പൊന്നുണ്ണി കണ്ണനെ നല്ല കൗതുകത്തിൽ ഒരു പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. ആ പൊന്നും കിരീടത്തിന് മുകളിൽ തെച്ചിയും തുളസിയായിട്ട് ഒരു തിരുമുടി മാല, പിന്നെ വെളുത്ത പൂവുണ്ട് ഒരു തിരുമുടി മാല. അങ്ങനെ 2 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകളാണ് ചാർത്തിരിക്കുന്നത്. ഒന്ന് താമരയും തുളസിയും തെച്ചിയും ഇങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയായിട്ടൊന്ന്, മറ്റൊന്ന് താമര മാത്രമായിട്ടുള്ളതൊന്ന്. അതുപോലെ ഈ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് തന്നെ ഒരു 3 ഉണ്ടമാലകൾ, നടുവിൽ നല്ല തടിച്ചുരുണ്ട ഉണ്ടമാലകൾ. അതിൻ്റെ അപ്പുറം തെച്ചിപ്പൂ കൊണ്ടുള്ള ഒരു ഉണ്ടമാലയും വെളുത്ത പൂ കൊണ്ടുള്ള ഒരു ഉണ്ടമാലയും, അങ്ങനെ 5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാവും. ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെ ഒക്കെ നടുവിൽ പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് തിരുപ്പതി ഭഗവാനായിട്ട് അഭയം തന്നുകൊണ്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ട് കണ്ടാൽ തന്നെ സന്തോഷമാവും. അത്ര രസമായിട്ട്. അങ്ങനെയാണ് ഇന്ന് ശ്രീലകത്തെ കളഭാലങ്കാരം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. മിന്നും കണ്ണിൻ്റെ മട്ടും കുഴലിൽ മധുരമാം വണ്ണമൂതുന്ന പാട്ടും മിന്നൽ കൊക്കുന്ന പട്ടും പനിമതിമതിയായി പോരടിക്കുന്ന പൊട്ടും ചിന്നും വാക്കിൻ്റെ പിട്ടും ലളിത രുചിരമാം പുഞ്ചിരിപ്പാൽ പിരട്ടും പൊന്നരച്ചില്ലി വിട്ടും മമഹൃതി തെളിയുന്നില്ല ഞാനെന്തു കാട്ടും. ഗുരുവായൂരപ്പ ശ്രീലകത്ത് തിരുപ്പതി ഭഗവാനായിട്ട് ആ പൊന്നുണ്ണി കണ്ണെന്ന് നിൽക്കണത് കേട്ടോ. ആ കസവൻ്റെ ഒക്കെ ചൊറിഞ്ഞെടുത്ത് നല്ല ഭംഗിയുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ തന്നെ നല്ല തിളക്കുണ്ട്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ്റെ ആ തിരുപ്പതി ഭഗവാന്റെ തൃപ്പാദത്തിൽ വീണങ്ങോട്ട് നമസ്കരിക്കാം. എല്ലാ അനുഗ്രഹങ്ങൾക്കും തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപ്പാദം മുറുകെ പിടിച്ചിട്ട് ആ തിരുമുഖം നോക്കിയിട്ട് നമുക്ക് ഉറക്ക നാമം ജപിക്കാം. അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭക്തി ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കിയിട്ട് നാമം ജപിക്കാം. നമുക്ക് നമ്മളെ സംരക്ഷിച്ചോളാം എന്നുള്ള ഭാവത്തിൽ ആ തിരുപ്പതി ഭഗവാനായിട്ട് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നാമം ജപിക്കല്ലേ ഉറക്കെ. പൊന്നു ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.